അപ്പോൾ എല്ലാവർക്കും വീണ്ടും നിവാൻ ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അത് മെഴുകിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മളൊരു പേപ്പറിന് ഒരു കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് നമ്മൾ ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആ ഒരു ഇത് വരച്ചെടുത്തേക്കാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം വെട്ടിയെടുത്ത ശേഷം നമ്മൾ ഇനി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ്സുമാണ് മെഴുക് ഉരുക്കിയിടുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ബീഡിങ് 1 സെൻറ്റിമീറ്ററിൻ്റെ ബീഡിങ് നമ്മൾ എടുത്തേക്കണത്. അത് നമ്മളൊരു കടലാസ് ഇത്തിരി കനം കൂടിയ കടലാസാണ് എടുത്തേക്കണത്. എടുത്തിട്ട് നമ്മൾ ആ സാധനം ഇന്ത്യയുടെ ഏകദേശ രൂപത്തിൽ നമ്മൾ ഈ സാധനം ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില്ലുമ്മ പശ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചേക്കണം. അപ്പോൾ ഏകദേശം ഒരു രൂപത്തിൽ നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെഴുക് ഉരുക്കിടാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും ഈ പശ വെക്കുമ്പോൾ മൊത്തത്തിൽ വെക്കണം, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഉരുകി ഇടുന്ന മെഴുക് സൈഡിൽ കൂടി പോരും. അപ്പോൾ അത് കാരണം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാണ്ടാണ് ഈ സാധനം പശയിട്ട് ഒട്ടിച്ചതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മെഴുക് ഉരുക്കിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ മെഴുകിട്ടേക്കണം. അപ്പോൾ നമ്മളിത് മെഴുകുന്നതുകൊണ്ട് എടുത്ത മെഴുകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുകി വീണ മെഴുകാണ് എടുത്തേക്കണത്. അപ്പോൾ ഉരുകി വീണ മെഴുകിൽ ഒരുപാട് അഴുക്കുകളൊന്നും ഉണ്ടാവില്ല, നല്ല അടിപൊളി മെഴുക് കിട്ടും. ഈ സാധനം നമ്മൾ നേരെ ചൂടാക്കിയെന്നുണ്ടെങ്കിൽ മാക്സിമം മെഴുക് ഉരുകാനായിട്ടൊരു 53 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ മെഴുക് ഉരുകി പോകും. അപ്പോൾ ഈ സാധനം നല്ല വെള്ളം പോലെ അയക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സാധനം കുറേ നേരം ആറാൻ വെക്കണം കേട്ടോ. ആറാണ്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ ചില്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ ഗ്യാസ് മേന്ന് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഓവർ ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഈ സാധനം നന്നായിട്ട് ഒരു 5 മിനിറ്റോളം 10-15 മിനിറ്റോളം വെച്ചാൽ ശരിക്കും ഒരു ആറും സാധനം. അപ്പോൾ ഈ കട്ട കണക്കാൻ മുമ്പായിട്ട് എടുത്ത് ഒഴിച്ചാൽ മതി. അതിൻ്റെ നമ്മളിത് ഒഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഇപ്പോൾ വലിയാൻ വേണ്ടി നമ്മൾ എങ്ങനെ പോയാലും ഒരു ദിവസം വെക്കേണ്ടി വരും. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് മെഴുകി നല്ല ഉരുകി നല്ല ടൈറ്റായി നല്ല സൂപ്പറായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ചെയ്യാൻ വെച്ചാൽ നമ്മൾ ആ പഴയ ഇന്ത്യയുടെ ഒരു ഭൂപടം എടുത്തിട്ട് നമ്മൾ വെട്ടി വെച്ചാൽ ഇന്ത്യ ഭൂപടം എടുത്തിട്ട് അത് വെച്ച് വരയ്ക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുത്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇങ്ങനെ വളവും തിരിവൊക്കെ ഉള്ള കാരണം ഭയങ്കരമായിട്ട് നമ്മൾ കറക്റ്റായിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്യണത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഇത് വെട്ടിയെടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിൽ വെച്ചാണ് ബീഡിങ് നമ്മൾ റിലീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ആ ചെറിയ നൈഫ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാണ് ആ ഒരു ആക്സിബ്ലേറ്റർ വെച്ച് നമ്മളത് വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഇനിയാണ് നമുക്ക് പണി കൂടുതലുള്ളത്. ഇനിയിപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാധനം കിട്ടില്ല. അപ്പോൾ നമ്മൾ വരയുമ്പോൾ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഒരു ചെറിയ കത്തിയും കൂടി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്തെടുക്കണത്. അപ്പോൾ കുറച്ച് ടൈമും അധികം, ഇതിന് മാത്രം ഇത്തിരി ടൈം നമുക്ക് അധികം വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ആ കത്തി ഉപയോഗിച്ചത് ഫിനിഷിങ് വർക്കിന് വേണ്ടി മാത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ അത് കത്തിന് വേണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് വർക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി അതിൻ്റെ വളവും കാര്യങ്ങളൊക്കെ കുറേ കൂടി ക്ലിയർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ചെറിയ കത്തിന് നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്ത പണിയിലേക്ക് നമ്മൾ വീണ്ടും പോണത്. നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞേക്കാണ്. ഇനിയിപ്പോൾ ഫിനിഷിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഇനി അടുത്ത പണി വന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ബാക്കിൽ വെക്കണത് ബ്ലാക്ക് സ്റ്റിക്കറുണ്ട്. അത് നമ്മൾ വെട്ടിക്കൊണ്ട് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റേ വെട്ടിയേക്കണത്. അതായത് ബാക്കിലോട്ടേക്ക് ഓപ്പോസിറ്റേ
ഒട്ടിക്കണ്ടല്ലോ നമ്മൾ. അത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കമത്തിയിട്ടിട്ട് നമ്മൾ ആ ഇഞ്ചിൻ്റെ കറക്റ്റ് ആകൃതിയിൽ തന്നെ നമ്മൾ ഈ സാധനം അവിടെ വെച്ച് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടിച്ച് നല്ല പക്കയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കേണ്ടത് അതുകൊണ്ട് വെറുതെ ഒന്നുമില്ല, മൾട്ടിപ്പിൾ ഡഷ് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് 2 പീസ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ആ ഗ്ലാസ് നന്നായിട്ട് ഇറങ്ങിയിരുന്നോളും, ബാലൻസ് ചെയ്യാൻ അത് മതിയാവും. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു സ്റ്റാൻഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കണത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഒരു റിഫ്ലക്ടർ എടുത്തേക്കണത്. അതിൻ്റെ ബാക്കിലാണ് നമ്മളൊരു സാധാരണ നമ്മളൊരു ചെറിയൊരു ബൾബിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്ത് കളഞ്ഞിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അത് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളത് ബാക്കിലോട്ട് വലിച്ചാണ് ഈ സാധനം നമ്മൾ ചെയ്യാൻ പോണത്. അത് പിന്നെ അതിൻ്റെ ബാക്ക് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബോക്സിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഹോൾ അടിച്ചേക്കണത്, ഈ ബൾബൊക്കെ ആണല്ലോ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഇഞ്ചിൻ്റെ ഒരു കനത്തിൽ നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കിയേക്കണത്. എന്നിട്ട് ബാക്കിൽ ആ ഗ്ലാസിൻ്റെ ബാക്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അത് വരച്ചെടുത്ത് വെട്ടിയിട്ടാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ ഉണ്ടാക്കണം ഈ അകലം എടുത്തേക്കണം, എന്നാൽ മാത്രമേ ആ കറക്റ്റ് വെട്ടടിക്കുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മളൊരു ചെറിയൊരു ബൾബ് കൂടി നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇത്തിരി വെട്ടക്കുറവിൻ്റെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതാണ് ചെറിയ ഒരു 3 വോൾട്ടിൻ്റെ ഒരു ചെറിയൊരു LED ലൈറ്റും കൂടി നമ്മൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബോക്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിനി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതുമ്പോൾ നമുക്ക് ദേശീയ പതാകയുടെ ഒരു എന്താ പറയുക പെയിൻ്റ് അടിച്ചതിൻ്റെ അത്ര ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ദേശീയ പതാക മേടിച്ചിട്ട് അത് നേരെ ഒന്നും ചെയ്യേണ്ടത് അതിൻ്റെ ആ കോല് അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിൽ വെറുതെ അങ്ങനെ നമ്മളങ്ങനെ ഒരു ഡബിൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ തീർന്നത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്ക് ഈ ബ്ലാക്ക് സ്റ്റിക്കർ ഒട്ടിച്ചേക്കണം, കാരണം ഫ്രണ്ടിലോട്ട് നമുക്ക് വേറെ ഭാഗങ്ങളൊന്നും വരില്ല. അത് നമ്മൾ അത്ര കറക്റ്റായിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ വെറുതെ ജസ്റ്റ് അത് ഡബിൾ ടേപ്പ് ഒട്ടിച്ച് കളഞ്ഞിട്ട് വെറുതെ സെറ്റ് ചെയ്യണം. അങ്ങോട്ട് നമ്മൾ ആ ബോക്സ് കൊണ്ടുപോയി അങ്ങോട്ട് സെറ്റ് ചെയ്യണം. അങ്ങോട്ട് അപ്പോൾ നമ്മുടെ എല്ലാ പണി തീർന്നേക്കും. ഇപ്പോൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊന്ന് ചെറുതായി ക്ലീൻ ചെയ്യണം. അതായത് ഇതുമായി മെഴുകുരുകയായിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മേൽ പെട്ടെന്ന് തുടച്ചാൽ പോലും. അപ്പോൾ നമ്മൾ ഇത്തിരി ടിന്നർ ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അധികമൊന്നും ഒഴിക്കാനുള്ള ചെറിയൊരു 2 തുള്ളി 3 തുള്ളി എടുത്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ആ മെഴുക് അതുമേന്ന് പോകില്ല അതുമേന്ന്. അപ്പോൾ നമുക്ക് തെളിച്ച് നോക്കാട്ടത് നമ്മളെല്ലാ വർക്കും കഴിഞ്ഞേക്കുകയാണ്. നമുക്ക് തെളിച്ച് നോക്കാം. അതായത് ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് എന്താ ഒന്നും പറയാനില്ല, അത്രക്ക് നല്ല ഭംഗിയായി പോയി സാധനം ഉണ്ടാക്കിയിട്ട്. അതായത് മെയിനായിട്ട് നമ്മൾ ക്യാമറ എടുത്തിട്ട് ഒരു വെട്ടൽ പോലെ കാണിക്കേണ്ടത്. അതെന്നുണ്ടെങ്കിൽ അത് രാത്രിയും പകലും നോക്കിയിട്ടും നടക്കില്ല. അത് എല്ലാ ക്യാമറയിലും അങ്ങനെ വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ ബ്രൈറ്റ്നസ് കുറച്ച് എടുക്കുമ്പോൾ ഇങ്ങനെ വെട്ടൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എല്ലാവരും കണ്ടുപിടിക്കണം. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.